ഫിസിയോളജിയിൽ ട്യൂബുലാർ പ്രോസസ്സിംഗ്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PCT പ്രോക്സിമൽ കൺവോൾയൂട്ടഡ് ട്യൂബിളിൽ വെച്ചിട്ട് നടക്കുന്ന പ്രോസസ്സിംഗ്സ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ PCTയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ PCT ലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കാണുന്നത് ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ സെൽസ്. അപ്പോൾ ഈ ഒരു ബ്രഷ് ബോർഡർ ആയതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ സെൽസിനെ അപേക്ഷിച്ച് 20% കൂടുതൽ അബ്സോർപ്ഷൻ PCT സെൽസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രഷ് ബോർഡഡ് സെൽസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു അബ്സോർപ്ഷൻ ത്രൂ ദ സെല്ലാണോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സെല്ലാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്സ് അബ്സോർപ്ഷൻ പറയാം. ത്രൂ ദ സെല്ലാണെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ് സെല്ലുലാർ അബ്സോർപ്ഷൻ എന്ന് പറയും. ട്രാൻസ് സെല്ലുലാർ. ഇൻ ബിറ്റ്വീൻ ദ സെല്ലാണെങ്കിൽ അതിന് നമ്മൾ പാരാസെല്ലുലാർ അബ്സോർപ്ഷൻ എന്ന് പറയും. പാരാസെല്ലുലാർ. ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സെൽസിന് പുറത്ത് കാണുന്ന ഈ ഒരു സ്പേസിന് നമ്മൾ പറയുന്നത് ബേസോ ലാറ്ററൽ സ്പേസ് അല്ലെങ്കിൽ ബേസോ ലാറ്ററൽ സൈഡ് എന്നാണ്. അതുകൂടാതെ ഈ ഒരു ലൂമിനിലുള്ള സ്പേസ്, ഈ ഒരു ട്യൂബിന്റെ അകത്ത് കാണുന്ന ഈ ഒരു സ്പേസിന് നമ്മൾ പറയുന്നത് ലൂമിനൽ സൈഡ് അല്ലെങ്കിൽ ലൂമിനൽ സ്പേസ് എന്നാണ്. ലൂമിനൽ സൈഡ്. ഓക്കെ. ഇതുകൂടാതെ നമുക്ക് സെൽസിന്റെ ഇടയിലായിട്ട് ടൈറ്റ് ജംഗ്ഷൻ കാണാൻ സാധിക്കും. ടൈറ്റ് ജംഗ്ഷൻ. ഈ ഒരു ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽസുകളെ തമ്മിൽ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നതാണ്. അല്ലാണ്ട് ഈ ഒരു ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് ആണ് എന്നുള്ള മീനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ രണ്ട് സെൽസുകളെ തമ്മിൽ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുക, കൂടാതെ നമ്മുടെ ബേസോ ലാറ്ററൽ സൈഡിനെ ലൂമിനൽ സൈഡിൽ നിന്നിട്ടും സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ 120 ml/min ആണ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സബ്സ്റ്റൻസുകൾ ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്, എന്തൊക്കെ സബ്സ്റ്റൻസുകൾ ഫിൽട്ടർ ചെയ്ത് വരുന്നില്ല എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സോഡിയം, ക്ലോറൈഡ്, വാട്ടർ, ബൈകാർബണേറ്റ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള യൂറിയ, ക്രിയാറ്റിനിൻ, അതേപോലെ തന്നെ സ്മോൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഇൻസുലിൻ, ഹീമോഗ്ലോബിൻ ഒക്കെ ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഫിൽട്ടർ ചെയ്ത് വരുന്ന സബ്സ്റ്റൻസുകൾക്കൊക്കെ തന്നെ എന്താണ് റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ട്യൂബുലാർ പാർട്സിൽ വെച്ചിട്ട് 99% ഓഫ് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിനും റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു 99%-ൽ 65% റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCTയിൽ വെച്ചിട്ടാണ്. അപ്പോൾ PCTയിൽ വെച്ചിട്ട് 65% സബ്സ്റ്റൻസുകളുടെയും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇനി ഇത് എന്തൊക്കെ സബ്സ്റ്റൻസുകളാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം, ക്ലോറൈഡ്, അതേപോലെ തന്നെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ 65%. അപ്പോൾ 65% വാട്ടറിന്റെയും ക്ലോറിന്റെയും അതേപോലെ തന്നെ സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ PCTയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് പോലുള്ള സബ്സ്റ്റൻസുകൾ റീഅബ്സോർപ്ഷൻ 100%. അതായത് എത്രത്തോളം ഗ്ലൂക്കോസും അമിനോ ആസിഡും നമ്മുടെ ഫിൽട്രേറ്റിൽ വരുന്നുണ്ടോ അത്രത്തോളം തന്നെ റീഅബ്സോർപ്ഷൻ നമ്മുടെ PCT സെൽസിൽ വെച്ചിട്ട് നടക്കും. ഇതുകൂടാതെ ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ. ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് about 85 to 90% ആണ് ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 2 PCT സെൽസ് എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസോ ലാറ്ററൽ സൈഡ് ആൻഡ് ഇതാണ് ഇതിൻ്റെ ലൂമിനൽ സൈഡ്. നമ്മൾ നോക്കുമ്പം ഈ ഒരു ബേസോ ലാറ്ററൽ സൈഡിൽ നമുക്ക് ധാരാളം സോഡിയം, പൊട്ടാസ്യം, ATPase പമ്പുകൾ കാണാൻ സാധിക്കും. ധാരാളം സോഡിയം, പൊട്ടാസ്യം, ATPase പമ്പ്. ഈ ഒരു പമ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് പമ്പ്സ് 3 sodium out and 2 potassium in. 3 സോഡിയത്തെ പുറത്തേക്കും 2 പൊട്ടാസ്യത്തെ അകത്തേക്കും പമ്പ് ചെയ്യുക. അതാണ് ഈ ഒരു പമ്പിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ATP യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് against its concentration gradient. അതായത് from low concentration to high concentration with the help of energy. പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് within its concentration gradient, അതായത് from high concentration to low concentration. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓൾറെഡി സോഡിയം റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. ഈ ഒരു സോഡിയം റിച്ച് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും സോഡിയത്തെ പമ്പ് ചെയ്യാണ്. അതായത് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. അപ്പോൾ ഇവിടെ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് നമുക്ക് രണ്ടായിട്ട് പറയാം. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ATP ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ATP ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നടക്കുന്നത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
ഇപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തെ ധാരാളം അകത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. സോ പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഈ ഒരു സെല്ലിന്റെ അകത്ത് കൂടാണ്. ചില പൊട്ടാസ്യം എന്ത് ചെയ്യും, പൊട്ടാസ്യം ലീക്കി ചാനൽസ് കാണാൻ സാധിക്കും, അതുവഴി പൊട്ടാസ്യം പുറത്തേക്കും വരുന്നുണ്ട്. സോ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെൽ എന്ന് പറയുന്നത് -17 mV മാറും. അതായത് ഈ ഒരു സെല്ല് ഇലക്ട്രോ നെഗറ്റീവായി മാറും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇനി ഒരു സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, നമ്മുടെ സെല്ലിന്റെ അടുത്ത് സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ആൻഡ് ലൂമിനൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ എത്രത്തോളം സോഡിയം ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ടോ അത്രത്തോളം സോഡിയം തന്നെ നമുക്ക് നമ്മുടെ ഈ ലൂമിനൽ സൈഡിലും കാണാൻ സാധിക്കും. സോ സെല്ലിന്റെ അകത്ത് സോഡിയം കുറവാണ് ആൻഡ് ലൂമിനൽ സൈഡിൽ സോഡിയത്തിന്റെ എമൗണ്ട് കൂടുതലാണ്. സോ ഒബ്വിയസ്ലി എന്താണ്, സോഡിയത്തിന് നമ്മുടെ ലൂമിനൽ സൈഡിൽ നിന്നിട്ടും സെല്ലിന്റെ അകത്തേക്ക് വരാനുള്ളൊരു ടെൻഡൻസി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സോഡിയം എന്ന് പറയുന്നത് ഒരു ചാർജ് മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് ലിപ്പിഡ് സോലിബിൾ അല്ല. ഈ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് വരാൻ അതിന് സാധിക്കില്ല. അതുകൊണ്ട് സ്പെഷ്യലൈസ്ഡ് കാരിയർ പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടി മാത്രമേ സോഡിയത്തിന് ഈ ഒരു മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, പാസീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ സോഡിയത്തിന് എന്താണ് നടക്കുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ബട്ട് നമ്മൾ ഈ ഒരു ലൂമിനൽ സൈഡിൽ നോക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള ചാനൽസോ പ്രോട്ടീൻസോ ഒന്നുമല്ല കാണുന്നത്, നമുക്ക് കോ ട്രാൻസ്പോർട്ടേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ കോ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോളിക്യൂൾസിനെ ഒരേ ടൈം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും മറ്റൊരു മോളിക്യൂൾ എന്ന് പറയുന്നത് വിത്തിൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ആണ്. അപ്പോൾ ഇവിടെ വിത്തിൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്, സോഡിയം. സോഡിയം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മറ്റൊരു അറ്റത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് വൺ ഗ്ലൂക്കോസ് എടുക്കാം. ഗ്ലൂക്കോസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് 100% തന്നെ നമ്മുടെ ഈ ഒരു PCT വെച്ചിട്ട് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു ഗ്ലൂക്കോസിന്റെ എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഈ ഒരു ലൂമിനൽ സൈഡിൽ നമുക്ക് ധാരാളം ഗ്ലൂക്കോസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എത്രത്തോളം സോഡിയം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം തന്നെ ഗ്ലൂക്കോസും ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ എന്താണ്, നമ്മുടെ ഒരു സെല്ലിന്റെ അകത്തുള്ള ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സെല്ലിന്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ നമ്മൾ പറഞ്ഞു 100% ഗ്ലൂക്കോസിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഇപ്പൊ ഒരു മൈന്യൂട്ട് എമൗണ്ട് ഗ്ലൂക്കോസ് ആണ് ബാക്കിയെങ്കിൽ പോലും ആ ഒരു ഗ്ലൂക്കോസിനെ പോലും നമ്മുടെ സെൽസിലേക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സോ ഇവിടെ നടക്കുന്നത് എന്താണ്, ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ഇവിടെ കുറഞ്ഞ എമൗണ്ടിൽ ഗ്ലൂക്കോസ് ആണ് കാണുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ധാരാളം ഗ്ലൂക്കോസ് ഉണ്ട് എങ്കിൽ പോലും എന്താണ്, ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ATP ഡയറക്ട്ലി യൂസ് ചെയ്യുന്നില്ല. ATP എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനർജി എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി സോഡിയം അകത്തേക്ക് പോകുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ആ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. സോ ഇവിടെ എന്താണ്, എനർജി ഇൻഡയറക്ട്ലി ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നടക്കുന്നത് ഗ്ലൂക്കോസിൽ നടക്കുന്നത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഗ്ലൂക്കോസിന് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സോഡിയത്തിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഗ്ലൂക്കോസിന് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ആണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, കോ ട്രാൻസ്പോർട്ടേഷൻ ആണ്. കോ ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പോൾ ഒരെണ്ണത്തിന് നടക്കുന്നത് വിത്തിൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും സെക്കൻഡ് വണ്ണിന് നടക്കുന്നത് എഗെയിൻസ്റ്റ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകളാണ് നമുക്ക് ഈ ഒരു ലൂമിനൽ സൈഡിൽ കാണുന്നത്. സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടേഴ്സ്, സോഡിയം അമിനോ ആസിഡ് ക്ലോ ട്രാൻസ്പോർട്ടേഴ്സ്, സോഡിയം ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പോൾ എല്ലാത്തിനും ഒരേ മെക്കാനിസം ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സോഡിയം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയും അമിനോ ആസിഡും ക്ലോറിനും ഒക്കെ ഏതാണ്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു സോഡിയം ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടേഴ്സ് ഏതാണ്, സോഡിയം ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടേഴ്സ് ലേറ്റ് പാർട്ട് ഓഫ് DCTയിലാണ് കാണുന്നത്. സോ എന്താണ്, ഏർലി പാർട്ട് ഓഫ് DCTയിൽ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സോഡിയം, ഗ്ലൂക്കോസ്, ക്ലോറിൻ, അമിനോ ആസിഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ സെല്ലിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അകത്തെത്തിയിട്ടുള്ള ഈ സബ്സ്റ്റൻസുകൾ, സോഡിയം നമുക്കറിയാം, സോഡിയം പൊട്ടാസ്യം ATP പമ്പ് വഴി അത് കോൺസ്റ്റന്റ്ലി പുറത്തേക്ക് പമ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ക്ലോറിൻ പോലുള്ള സബ്സ്റ്റൻസുകൾ നമ്മുടെ ഈ ഒരു പൊട്ടാസ്യം പോകുന്ന പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ചാനൽസ് വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിനും ക്ലോറിനും അമിനോ ആസിഡിനും ഒക്കെ ഈ ഒരു ബേസോ ലാറ്ററൽ സൈഡിൽ നടക്കുന്നത് എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലൂമിനൽ സൈഡിൽ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ബേസോലാറ്ററൽ സൈഡിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഗ്ലൂക്കോസ്, ക്ലോറിൻ, അതേപോലെ തന്നെ അമിനോ ആസിഡ് കാര്യങ്ങളുടെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്.
ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈഡിൽ സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും, സാൾട്ട് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. സോ എന്താണ് വാട്ടർ മൂവ്മെന്റ് ഡിഫ്യൂഷൻ വഴി അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് സാധാരണഗതിയിൽ നമ്മൾ വാട്ടറിന്റെ ഒരു മൂവ്മെന്റ് നടക്കും. ഈ വാട്ടർ മൂവ് ചെയ്യുന്നതോടൊപ്പം അതിന്റെ കൂടെ ഡിസോൾഡ് ഫോമിൽ സോഡിയം, ക്ലോറിൻ, പൊട്ടാസ്യം ഒക്കെ എന്താണ് ഡിസോൾഡ് ആയിട്ട് അതിന്റെ ഒപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ സോൾവെന്റ് ഡ്രാഗ് എന്ന് പറയും. സോൾവെന്റ് ഡ്രാഗ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ എന്താണ് വാട്ടറിന്റെ മൂവ്മെന്റ് ഫ്രീലി രണ്ട് വഴിയും നടക്കുന്നുണ്ട്. ഇത് പാരാസെല്ലുലർ ആസ് വെൽ ആസ് ട്രാൻസെല്ലുലർ റൂട്ടിലൂടെയും നമ്മുടെ ഈ ഒരു വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കും. ഈ വാട്ടർ മൂവ് ചെയ്യുന്നതോടൊപ്പം വാട്ടറിൽ ഡിസോൾഡ് ആയിട്ട് സോഡിയം, ക്ലോറിൻ, പൊട്ടാസ്യം പോലുള്ള സാൾട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലെ ഒരു സാൾട്ടിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ സോൾവെന്റ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയം, ക്ലോറൈഡ്, വാട്ടർ അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് പോലുള്ള സബ്സ്റ്റൻസുകളെ എങ്ങനെയാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ pH എന്ന് പറയുന്നത് 7.4 ആണ്. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെല്ല് നമുക്കറിയാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാസീവ് ട്രാൻസ്പോർട്ട് വഴി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ വഴി വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈമിന്റെ സഹായത്തോടു കൂടി കാർബോണിക് ആസിഡ് ആയിട്ട് മാറും, H2CO3. ഈ ഒരു കാർബോണിക് ആസിഡ് പിന്നെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് HCO3 മൈനസും പ്രോട്ടോൺ H+ ഫോം ചെയ്യും. ഓക്കെ, ഈ ഒരു ബൈകാർബണേറ്റ് ആണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ ഒരു ബൈകാർബണേറ്റ് ചാനൽസിലൂടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി വീണ്ടും നമ്മുടെ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോം ചെയ്ത H+നെ നമ്മൾ നമ്മുടെ ഈ ഒരു ലൂമിനൽ സൈഡിലേക്ക് എടുക്കുന്നുണ്ട്. ഫോം ചെയ്ത H+നെ ലൂമിനൽ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു ലൂമിനൽ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സോഡിയം, പ്രോട്ടോൺ, കോ ട്രാൻസ്പോർട്ടേഴ്സ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ സോഡിയം ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറിൻ അതേപോലെ തന്നെ സോഡിയം അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് സോഡിയം പ്രോട്ടോൺ കോ ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആന്റിപോർട്ട് ആണ്. ആന്റിപോർട്ട് എന്താണ് ആന്റിപോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോട്ടോണിനെ നമ്മുടെ ലൂമിനൽ സൈഡിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സോഡിയത്തെ ലൂമിനൽ സൈഡിൽ നിന്നിട്ടും നമ്മുടെ ഈ ഒരു സെല്ലിന്റെ അകത്തേക്ക് ഇപ്പം രണ്ടും ഡിഫറെന്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ ആന്റിപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോഡിയം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സോഡിയം അമിനോ ആസിഡിന്റെ കേസിൽ എന്ത് പറയും, സിംപോർട്ട് എന്ന് പറയും. സിംപോർട്ട് അവിടെ സിംപോർട്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് ആന്റിപോർട്ട് ആണ്. അപ്പോൾ ഈ ഒരു കോ ട്രാൻസ്പോർട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സോഡിയം സാധാരണഗതിയിൽ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി എൻ്റർ ചെയ്യുന്നു. ആൻഡ് ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് സെക്കൻഡറി ട്രാൻസ്പോർട്ട് വഴി സാധാരണ നടക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ അതേ സ്റ്റെപ്പ് വഴി തന്നെയാണ് നടക്കുന്നത്, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സോഡിയം വരുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈഡ്രജനെ നമ്മൾ നമ്മുടെ ഈ ഒരു ലൂമിനൽ സൈഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ എത്തി. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്ലോമുലാർ ഫിൽട്രേറ്റിൽ ഫോം ചെയ്തിട്ടുള്ള ബൈകാർബണേറ്റ് നമ്മുടെ ലൂമിനൽ സൈഡിൽ വന്നിട്ടുണ്ട്. ആ ഒരു ബൈകാർബണേറ്റും HCO3 മൈനസും നമ്മുടെ ഈ ഒരു പ്രോട്ടോണും കൂടിയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, കാർബോണിക്. ഈ ഒരു H2CO3 പിന്നെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് വാട്ടറും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ഈ ഒരു വാട്ടർ വീണ്ടും നമ്മുടെ സെല്ലിലേക്ക് പാസീവ് ട്രാൻസ്പോർട്ട് വഴി എൻ്റർ ചെയ്യും. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു റീഅബ്സോർബ് ചെയ്യുന്ന ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ബൈകാർബണേറ്റ് ആണ്. അല്ലാണ്ട് നമ്മുടെ ഈ ഒരു ഗ്ലോമുലാർ ഫിൽട്രേറ്റിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ബൈകാർബണേറ്റിനെ അല്ല നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സ്മോൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഇൻസുലിൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഇൻസുലിനും ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് പീനോസൈറ്റോസിസ് വഴിയാണ്. പീനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇൻജക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ടു ദ സെൽ. അപ്പോൾ ഇവിടെ എന്താണ് ഫ്ലൂയിഡിനെ വെസിക്കിൾസ് ഫോം ചെയ്തിട്ട് ആ ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് എടുക്കുകയാണ്. വെസിക്കിൾസ് ഫോം ചെയ്തിട്ട് മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഹീമോഗ്ലോബിൻ അതേപോലെ തന്നെ ഇൻസുലിൻ പോലുള്ള സ്മോൾ പ്രോട്ടീൻസിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറിയ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഈ ഒരു യൂറിയയുടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് സോൾവെന്റ് ഡ്രാഗ് വഴി. സോൾവെന്റ് ഡ്രാഗ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഇതിൽ ആ ഒരു സോൾവെന്റ് ഡ്രാഗിലൂടെ യൂറിയ ഒരു കുറഞ്ഞ എമൗണ്ടിൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫോസ്ഫേറ്റ് റീഅബ്സോർപ്ഷൻ ആണ്. ഫോസ്ഫേറ്റിന്റെ റീഅബ്സോർപ്ഷൻ പാരാതൈറോയ്ഡ് ഹോർമോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോസ്ഫേറ്റിന്റെ റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു PCT സെൽസിൽ നിന്ന് ആക്ട് ചെയ്യുന്ന മറ്റൊരു ഹോർമോണായിട്ട് പറയാവുന്നത് ആൻജിയോടെൻസിൻ 2 ആണ്.
ഈ ഒരു ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഈ PCT സെൽസിൽ വന്നിട്ട് ഡയറക്റ്റ്ലി ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സോഡിയം റീഅബ്സോർപ്ഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കൊരു PCT സെൽസിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഹോർമോൺസിനെ പറയാം, ആൻജിയോടെൻസിൻ 2 അതേപോലെ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺ. ആൻജിയോടെൻസിൻ 2 സോഡിയം റീഅബ്സോർപ്ഷനെ ആക്സിലറേറ്റ് ചെയ്യും, പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എങ്ങനെയാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ സെക്രീറ്ററി മെക്കാനിസംസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു PCT പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ മെക്കാനിസം മാത്രമല്ല, സെക്രീറ്ററി മെക്കാനിസംസും കൂടി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബേസോ ലാറ്ററൽ സൈഡിൽ ധാരാളം സെക്രീറ്ററി പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് അതെന്താണ് നമ്മുടെ ലൂമണിലേക്ക് സബ്സ്റ്റൻസുകൾ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ നോക്കുമ്പോൾ ഓർഗാനിക് ആസിഡുകളുടെയും ഓർഗാനിക് ബേസുകളുടെയും സെക്രീഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പാരാമിനോ, പ്യൂരിക് ആസിഡ്, ഓക്സലേറ്റ്സ്, യൂറേറ്റ്സ്, അതേപോലെ തന്നെ ബൈൽ സാൾട്ട്സ്, കാറ്റക്കൊളമൈൻസ്, ഇതിനൊക്കെ സെക്രീഷൻ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ കണ്ടു പ്രോട്ടോൺസിന്റെ സെക്രീഷൻ നമ്മുടെ ലൂമണിലേക്ക് നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു PCT സെൽസിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ മാത്രമല്ല സെക്രീഷൻ കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക.